പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആദ്യം ജലപീരങ്കിയും പിന്നീട് കണ്ണീർ വാതകവും പ്രയോഗിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? KPCC പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ളവർക്ക് യഥാർത്ഥത്തിൽ ജലപീരങ്കി പ്രയോഗത്തിന്റെ ഭാഗമായി ഏതായാലും വെള്ളം നനഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ശ്വാസം മുട്ടലടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ കാറിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. ജലപീരങ്കി പ്രയോഗം യഥാർത്ഥത്തിൽ സ്റ്റേജിലേക്ക് വരെ വന്നിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത്. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയാണ്. ഒരുപാട് ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ട്, പലരും ചുമക്കുന്നുണ്ട്. KPCC പ്രസിഡന്റിൻ്റെ മുകളിലേക്ക് ഏതായാലും വെള്ളം വീണിട്ടുണ്ട്. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നേരത്തെ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിൻ്റെ ഏതാനും മീറ്റർ അപ്പുറത്താണ്, അതായത് ഒരു 20-30 മീറ്റർ അപ്പുറത്താണ് സ്റ്റേജ് ഒരുക്കിയിരുന്നത്. അവിടെ KPCC പ്രസിഡന്റിൻ്റെ പ്രസംഗം പൂർത്തിയായി. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതുപോലെ കോൺഗ്രസ് നേതാക്കൾ പോലീസിനെ ആട്ടി ഓടിക്കുകയാണ്. ആർക്കൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും പോലീസിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. നേതാക്കൾ ഇടപെട്ട് കണ്ണീർ വാതകവും പ്രയോഗിച്ചിട്ടുണ്ട്. കെ സുധാകരൻ ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോകാനിരിക്കുന്ന ഘട്ടത്തിൽ അവസാനത്തെ പൊതുപരിപാടിയായിരുന്നു ഇന്നത്തെ DGP ഓഫീസ് മാർച്ച്. അതിനിടെയാണ് കെ സുധാകരൻ്റെ ശരീരത്തിലേക്ക് വെള്ളം വീണത്, ജലപീരങ്കി അദ്ദേഹത്തിൻ്റെ നേരെയും എത്തിയത്. മാത്രമല്ല അവിടെ കണ്ണീർ വാതകവും പ്രയോഗിച്ചിട്ടുണ്ട്. കണ്ണീർ വാതകത്തിൽ സുധാകരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും അദ്ദേഹത്തെ ലഭ്യമായ ഒരു കാറിൽ കയറ്റിയാണ് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ടത്. വീണ്ടും ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. KPCC പ്രസിഡന്റ് സുധാകരൻ നേരത്തെ, അതായത് മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള അക്രമ സംഭവം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം ഒരുപക്ഷെ വലിയ നിലയിൽ പ്രവർത്തകർ സംഘടിക്കാനുള്ള സാധ്യത ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ. കെ സുധാകരൻ അടക്കം ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിൽ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കണ്ണീർ വാതക പ്രയോഗത്തിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോഴും അവിടെ പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ സംഘർഷം തുടരാനോ അല്ലെങ്കിൽ വ്യാപിക്കാനോ ഉള്ള സാധ്യത പോലുമുണ്ട്. ഇന്ന് വട്ടിയൂർക്കാവിൽ നവകേരള സദസ്സിൻ്റെ സമാപനമാണ്. അതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് DGP ഓഫീസ് മാർച്ചിൽ വലിയ തോതിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പോലീസുകാരുമായി കയർക്കുകയാണ് ചില പ്രവർത്തകർ. നേരത്തെ പോലീസ്, അതായത് ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് എത്തിയ പോലീസുകാരെ നേതാക്കൾ ഇടപെട്ട് നീക്കം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും കണ്ണീർ വാതക പ്രയോഗമുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസുകാരുമായി കയർക്കുകയാണ്. കണ്ണീർ വാതക പ്രയോഗമുണ്ട്. ഏതായാലും പ്രവർത്തകർ വീണ്ടും സംഘടിക്കുന്നു എന്നാണ് കരുതേണ്ടത്. വ്യാപകമായ വിധത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങൾക്ക്, സംഘർഷാവസ്ഥയ്ക്ക് വീണ്ടും സാധ്യത തുറന്നിരിക്കുകയാണ്. PR പ്രവീണ തുടർന്ന്. പ്രവീണ, നോക്കൂ, VD സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? ആദ്യം ഉദ്ഘാടന പ്രസംഗം കെ സുധാകരനായിരുന്നു. അതിനുശേഷം VD സതീശൻ സംസാരിച്ചു തുടങ്ങിയവരേക്കും ചില കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നു, ബാരിക്കേഡിന് മുകളിൽ കയറുന്നു, കൊടികെട്ടാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് പോലീസ് ജലപീരങ്കി അടിക്കുന്നു. ആ ജലപീരങ്കി അടിച്ചത് ചെറുതായിട്ടല്ല, സദസ്സിന് പിന്നിലേക്കും അതുപോലെ തന്നെ സദസ്സിന് മുന്നിൽ നിന്നവരുടെ ഇടയിലേക്കും മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്കും ആ ജലപീരങ്കി എത്തുന്നു. ജലപീരങ്കി തുടർച്ചയായി അടിക്കുന്നു. അതിനൊരു വിഷമം ഉണ്ടായിരുന്നില്ല, തുടർച്ചയായി അടിക്കുന്നു. ഇതിൽ പ്രകോപനം കൊണ്ട് നേതാക്കൾ എല്ലാവരും എഴുന്നേൽക്കുന്നു. പക്ഷെ അവർ പുറത്തേക്ക് ഇറങ്ങിയില്ല. അതിനിടയിൽ പ്രവർത്തകരെ ശാന്തരാക്കാൻ നോക്കി. ഇതിനിടയിലാണ് പോലീസിനെതിരെ കല്ലേറുണ്ടാകുന്നത്. ഈ കല്ലേറുണ്ടായതോടെ പോലീസ് അപ്പോൾ തന്നെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയായിരുന്നു. എന്തായാലും 6-ലധികം ടിയർ ഗ്യാസുകൾ ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ടിയർ ഗ്യാസ് പൊട്ടിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ നിൽക്കുന്നിടത്തേക്കാണ് വീണത്. അതും ശ്വാസമുട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ
മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതാക്കൾക്കും ഒക്കെ ഉണ്ടായി. നമുക്കറിയാം കെ സുധാകരൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന് ഈ പരിപാടി ഞാൻ 15 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന് ശ്വാസമുട്ടുണ്ടായി. ജലപീരങ്കി പ്രയോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രശ്നമുണ്ടായി. രമേശ് ചെന്നിത്തലയെ ഏതാണ്ട് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലാണ് കാറിലേക്ക് കയറ്റിയത്. തുടർന്നാണ് പ്രവർത്തകർ വീണ്ടും പ്രകോപിതരായി പലയിടത്തു നിന്നും കല്ലേറ് തുടർന്നത്. ഇപ്പോഴും പോലീസ് ജലപീരങ്കിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പോലീസിന് നേരെ കല്ലേറ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ 2 പോലീസ് പ്രവർത്തകർ അവർ അക്രമം കണ്ട് ഓടിയെത്തിയതാണ്. പക്ഷേ അവർക്ക് നേരെ പ്രവർത്തകർ സംഭവം കഴിക്കുന്നതും അവരെ എറിയുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ തമ്പടിക്കുന്നുണ്ട്. മുതിർന്ന പ്രവർത്തകരും അതുപോലെ തന്നെ വനിതാ പ്രവർത്തകരും അടക്കമുള്ളവർ ഇവിടേക്ക് തമ്പടിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോഴും ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏതാണ്ടൊരു 10 തവണയാണ് ടിയർ